സാരി ബ്ലൗസിൽ നിന്ന് നമ്മൾ അളവെടുക്കും. ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സാരി ബ്ലൗസ് ചിലർ അളവ് തരുമ്പോൾ വളരെയധികം ചുരുങ്ങിയിരിക്കും. അങ്ങനെ ചുരുങ്ങിയിരിക്കും, ഇവിടെ എല്ലാം ചുളിഞ്ഞിരിക്കും അയൺ ചെയ്യാതെ. ഒരു കാരണവശാലും ആ ചുളുങ്ങിയ ബ്ലൗസിൽ നിന്ന് നിങ്ങൾ അളവെടുത്ത് വെട്ടരുത്. നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ ആ ജോലിയോട് ഒരു ധർമ്മം കാണിച്ച് ഈ ബ്ലൗസ് നമ്മളൊന്ന് അയൺ ചെയ്യണം. അയൺ ചെയ്ത് ഈ ബ്ലൗസ് ഇങ്ങനെ തന്നെ മടക്കി ഇടണം. ബാക്ക് പീസ് മടക്കി ഇട്ടിട്ടേ ഉള്ളൂ നമ്മൾ ഇറക്കം പിടിക്കാവുള്ളൂ. ഇറക്കം പിടിക്കുമ്പോൾ നമ്മൾ ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വെട്ടുന്നത്. ഈ വിണ്ണം ഇതിങ്ങനെ നമ്മൾ വെട്ടുമ്പോൾ മിനിമം 1.5 ഇഞ്ചെങ്കിലും ഇപ്പോഴും കൊണ്ട് ഈ ബ്ലൗസിൻ്റെ ഈ ഷേപ്പ് 1.25 നമ്മൾ മാറ്റി വെക്കണം ഇവിടുന്ന്, അതായത് ഈ സൈഡിൽ നിന്ന്. എന്നിട്ട് വേണം നമ്മളിങ്ങനെ ഇറക്കം നോക്കാം. അപ്പോൾ ഇറക്കം നോക്കുമ്പോൾ നമുക്കിങ്ങനെ അറിയാം എത്ര വന്നു. ഇറക്കം നോക്കുമ്പോൾ 15.5 ഇഞ്ച് കൃത്യമായിട്ട് കിട്ടും. നമ്മളത് ഇങ്ങനെ മാറ്റി വെച്ച് നമ്മൾ എടുക്കാൻ പോവുകയാണെങ്കിൽ സാരി ബ്ലൗസ് ക്രോസ് ആയി പോകും. അപ്പം നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ തുണി രണ്ടായിട്ട് ഇങ്ങനെ മടക്കിയിട്ടിട്ട് 1.25 ഇഞ്ച് ഇവിടെ തള്ളിയിട്ട് ഈ കൈക്കുഴിയുടെ വശം ഇങ്ങനെ വെക്കുവാണെങ്കിൽ ഈ ബ്ലൗസ് നേരെ ഇരിക്കുമ്പോൾ ബ്ലൗസിൻ്റെ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യുന്നത് എത്ര വന്നു, 15.5. എന്നിട്ട് ബ്ലൗസ് മാറ്റിയിട്ട് എത്ര കൊടുക്കണം നമ്മൾ, 16 ഇഞ്ച് ഇങ്ങനെ മേളിൽ മാർക്ക് ചെയ്യണം. 16 ഇഞ്ച് ഞാനിതൊരു കട്ട് പീസിലാണ് കാണിച്ചു തരുന്നത്. 16 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്തു, ഇങ്ങനൊരു മാർക്ക് കൊടുക്കണം. മനസ്സിലായി? എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്നാന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തിരിച്ച്, ഇപ്പോൾ ഈ ബ്ലൗസ് ഇങ്ങനെ ഇരിക്കുവാണല്ലോ, കൃത്യം ഇതെടുത്ത് ഇങ്ങനെ വെക്കാം. നേരെ തിരിച്ച് ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് എന്തെല്ലാം മാർക്ക് ചെയ്യാവും നിങ്ങൾ നോക്കി. ഇതുകൊണ്ട് ഇവിടെ നമ്മൾ തയ്യൽ തുമ്പ് തള്ളിയിട്ടാണ് കയറ്റി വെക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്തു, കൈക്കുഴി മാർക്ക് ചെയ്തു, ഇവിടെ മാർക്ക് ചെയ്തു, ബാക്ക് നെക്ക് മാർക്ക് ചെയ്തു, ഷോൾഡറിൻ്റെ വിത്ത് മാർക്ക് ചെയ്തു, ഷോൾഡർ മാർക്ക് ചെയ്തു. ഇത്രയും മാർക്ക് ചെയ്യുമ്പം തന്നെ നമുക്ക് എത്രത്തോളം മാർക്കിങ് ഉണ്ടെന്ന് നോക്കി. നിങ്ങൾക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഏറ്റവും നല്ല എളുപ്പമാണ് ഇങ്ങനെ തന്നെ മാർക്ക് ചെയ്യുക. അപ്പോൾ എത്ര സ്ഥലം നമുക്ക് ഒരു മടക്കിൽ തന്നെ മാർക്ക് ചെയ്യാവുന്ന ഓർത്തോളം. എന്നിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് വരയ്ക്കാം, ബാക്കിനൊക്കെ ഇങ്ങനെ വരയ്ക്കാം, കൈക്കുഴി ഇങ്ങനെ വരയ്ക്കാം. ഇങ്ങനെ വരച്ച് ഇങ്ങനെ സെറ്റ് ചെയ്യുമ്പം തന്നെ നിങ്ങൾക്ക് ഏകദേശം ബാക്ക് പീസിൻ്റെ ഒരു ഐഡിയ ഈ അളവ് ബ്ലൗസിൽ വെച്ച് തന്നെ കിട്ടും. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ മാർക്ക് ചെയ്യാൻ ശ്രമിക്കുക. മനസ്സിലായി? എന്നിട്ട് നിങ്ങൾക്ക് കൈക്കുഴി ഇപ്പോൾ ഒന്ന് അളന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ ഈ കൈക്കുഴിയുടെ ഈ ഭാഗം പിടിച്ചിട്ട് ഇതാ ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കൈയുടെ ഇവിടെ പിടിച്ചിട്ട് ഇങ്ങനെ അളന്നാൽ കൃത്യമായിട്ട് തന്നെ നമുക്ക് കൈക്കുഴി വളക്കാം. ഈ രീതിയിലൊന്ന് അളന്ന് വെട്ടി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലെ പുതിയ ഐഡിയ ആയിട്ട് ഇനിയും ഞാൻ വരുന്നതായിരിക്കും. ഓക്കേ.